ഹലോ, വെൽക്കം ബാക്ക്. ബാംഗ്ലൂർ ടു കോഴിക്കോട് ട്രിപ്പിൻ്റെ പാർട്ട് 2 വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഒരു ഓട്ടോ എടുത്ത് നേരെ പാരഗൺ പോയി. അവിടുത്തെ ഫുഡും നമുക്ക് ട്രൈ ചെയ്യണമല്ലോ. സീറ്റ് ഇല്ലാഞ്ഞത് കാരണം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തി. അത് കഴിച്ചതിന് ശേഷം പാറൂനൊരേ നിർബന്ധം ഭാസ്കര എണ്ണ കടയിൽ നിന്ന് സർബത്ത് കുടിച്ചേ പറ്റൂ. അങ്ങനെ അവിടെ എത്തി. ഞാനൊരു സോഡാ സർബത്തും അവർ രണ്ടുപേരും മിൽക്ക് സർബത്തും ഓർഡർ ചെയ്തു. പിന്നെ അതും കുടിച്ചിട്ട് നേരെ റൂമിൽ പോയി സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങൾ ചാമ്പ്യൻസ് ഹോട്ടലിൽ വന്നു. അവിടുത്തെ ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കടയിലെ ഓണർ അങ്കിളായിട്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് ഇടയിലാണെന്ന് പറഞ്ഞപ്പോൾ അധികം ചുറ്റിക്കറങ്ങി പോകാനൊന്നും നിൽക്കണ്ട, ഇവിടുത്തെ കിച്ചൻ്റെ ബാക്ക് സൈഡ് വഴി ഇറങ്ങിയാൽ മതി, നിങ്ങൾ നേരെ ഇടയിൽ തന്നെ എത്തും. അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളെ കടയുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇടയിലയിൽ വന്നത് എന്തിനാണെന്നറിയോ? അവിടുത്തെ ബെസ്റ്റ് ഐറ്റം ആയിട്ടുള്ള ബീഫും പഴംപൊരിയും ട്രൈ ചെയ്യാൻ. അതും ടേസ്റ്റി ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴേക്കും സനത്തിന് കുട്ടിച്ചെറിയുന്ന ബീഫ് ബിരിയാണി മാത്രമേ ട്രൈ ചെയ്തുള്ളൂ, ചിക്കൻ ബിരിയാണിയും കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി കഴിച്ചേക്കാമെന്ന് വെച്ചു. കോഴിക്കോട് വരെ വന്നിട്ട് ഹൽവ മേടിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത്? വീട്ടിലേക്ക് വേണ്ടി ഹൽവയും മേടിച്ചു. ലാസ്റ്റ് ഞങ്ങൾ ഒരു ഐറ്റം കൂടെ ട്രൈ ചെയ്ത് നിർത്താമെന്ന് കരുതി അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി കയറി. അതും കുടിച്ചിട്ട് ഞങ്ങൾ വേറൊരു മെയിൻ സ്പോട്ടിലേക്ക് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റഡ് ആട്ടോ. അതുവരേക്കും ബൈ, താങ്ക് യു.